മിഴാവിന്റെ താളം മുറുകി. ഇടയ്ക്കയും കുഴിത്താളവും പെരുക്കം തീർത്തു. അഭിനയത്തിന് നൃത്തത്തെക്കാൾ പ്രാധാന്യം നൽകുന്ന കല കൂടിയാട്ടം. രസാഭിനയത്തെ അടിസ്ഥാനമാക്കിയ സാത്വികാഭിനയമാണ് കൂടിയാട്ടത്തിന്റെ മുഖ്യ ഘടകം. അരങ്ങിൽ വലിയ നിലവിളക്ക് കത്തിച്ചുവെക്കും. മിഴാവ്, കുഴിത്താളം, ഇടയ്ക്ക, കൊമ്പ്, ശംഖ് എന്നീ ദേവവാദ്യങ്ങൾ ചേർത്തുള്ള മേളമാണ് ആദ്യം. പിന്നീട് വിദൂഷക വേഷം ധരിച്ച ചാക്യാർ രംഗത്ത് പ്രവേശിക്കുകയും കഥാസന്ദർഭത്തെ വിവരിക്കുകയും ചെയ്യുന്നു. തുടർന്ന് കഥാപാത്രങ്ങൾ തിരശീല താഴ്ത്തി പ്രവേശിക്കുകയും കഥ ആടുകയും ചെയ്യുന്നതാണ് രീതി. തനിമയുള്ള മുഖഭാവങ്ങളും മറ്റ് ശരീരഭാഷകളും വേഷവിധാനവുമാണ് ഇതിലെ ആശയ സംവേദന ഉപാധികൾ. കൂടിയാട്ടത്തിന്റെ ഇപ്പോഴുള്ള രൂപത്തിന് 800 വർഷങ്ങളുടെ പഴക്കമേ ഉള്ളൂ. കൂടിയാട്ടത്തിന് പേരുകേട്ട ഇടമായ തൃശൂരിലെ പൈങ്കുളത്താണ് മിക്ക വിദ്യാർത്ഥികളും പരിശീലിക്കുന്നത്. കല അഭ്യസിപ്പിക്കുന്നതാകട്ടെ ആചാര്യൻ പൈങ്കുളം നാരായണ ചാക്യാരും. കുട്ടികൾ തന്നെ എന്നോട് പറയുന്നു അവർക്ക് പ്രൊഫഷണലായിട്ട് പഠിക്കണം, ട്രഡീഷണൽ അരങ്ങേറ്റം വേണം. അപ്പോൾ കരിയറായിട്ട് കൊണ്ടുപോകാനല്ല, പാഷൻ എന്നുള്ള നിലയ്ക്ക് എത്ര കാലം വേണമെങ്കിലും പഠിക്കും, ഞങ്ങൾക്ക് അവതരിപ്പിക്കണം, ഞങ്ങൾക്ക് സ്റ്റേജുകളിൽ അവതരിപ്പിക്കാൻ ഞങ്ങളെ കൂട്ടത്തിൽ വേഷം കെട്ടണം. അത് തന്നെ ഒരു നല്ല ലക്ഷണമാണ്. ആ കുട്ടികൾ, അതായത് ഇത് ഏതൊരു കലയാണെങ്കിലും ആസ്വദിച്ച് പഠിക്കണം. കൂടിയാട്ടത്തിന് വേദിയിലെത്തുന്ന ഭൂരിഭാഗം മത്സരാർത്ഥികളും കലയെ അറിയാൻ വരുന്നവരാണ് എന്നതും ശ്രദ്ധേയം. അനുഷ്ഠാന കലയായിട്ട് കൊണ്ടുപോകാനാണ് താല്പര്യം. കാണാനും നല്ല ഇഷ്ടമാണ്. വേഷമൊക്കെ കെട്ടി ചെയ്യുമ്പോൾ നല്ല താല്പര്യമാണ്. കാണുമ്പോൾ തൊട്ടേ ചെയ്യാൻ ഇഷ്ടമാണ്. കാഴ്ചയുടെ ഉത്സവത്തിൽ കൂടിയാട്ടം കണ്ണിന് വിരുന്നായി. ലോക പൈതൃകമായി യുനെസ്കോ അംഗീകരിച്ച ആദ്യത്തെ ഭാരതീയ നൃത്ത കലാരൂപമാണ് കൂടിയാട്ടം. ഈ അനുഷ്ഠാന കലയെ ഒരു മതിൽക്കെട്ടിനകത്ത് ഒതുക്കാതെ ലോകത്തിന് മുന്നിൽ ഒരു വിസ്മയ കാഴ്ചയെ അവതരിപ്പിക്കാനാണ് നാം ഓരോരുത്തരും ശ്രമിക്കേണ്ടത്. ബിജു ന്യൂസിനൊപ്പം കാർത്തിക മഠത്തിൽ, മാതൃഭൂമി ന്യൂസ്.